നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അപ്രതീക്ഷിതമായ ചില സംഭവ വികാസങ്ങൾ. കേരളത്തിൻ്റെ കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടലുകളാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ അനിശ്ചിതമായി നീട്ടിവെക്കാൻ ഇടയാക്കിയത്. തലാലിൻ്റെ കുടുംബവുമായി മധ്യസ്ഥർ ചർച്ചകൾ തുടരുന്നുവെന്നും അനുകൂല മറുപടി അവരുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഇന്നലെ കാന്തപുരം പറഞ്ഞിരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചത് കേരളമേറെ സന്തോഷത്തോടെയാണ് കേട്ടത്. എന്നാൽ ഇപ്പോൾ തലാലിൻ്റെ സഹോദരൻ്റെ ഒരു രൂക്ഷ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നു. ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു പ്രതികരണമാണത്. ഒത്തുതീർപ്പ് നീക്കങ്ങൾ അംഗീകരിക്കില്ലെന്ന് സഹോദരൻ പറയുന്നു. നീതി നടപ്പാക്കുന്നതുവരെ മുന്നോട്ടെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. വധശിക്ഷ മാറ്റിവെക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. വധശിക്ഷ ലഭിക്കുന്നതുവരെ കേസിൽ നിന്ന് പിന്മാറില്ല. സത്യം മറക്കില്ലെന്നും എത്ര കാലം വൈകിയാലും കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ നടപ്പിലാക്കുമെന്നും സഹോദരൻ പറയുന്നു. തലാലിൻ്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഹ്ദി ഫേസ്ബുക്കിൽ കുറിച്ചതാണ് ഇത്. കേൾക്കുമ്പോൾ നടുക്കമുണ്ടാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ തലാലിൻ്റെ സഹോദരൻ്റെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നത്. എന്നാൽ അനുനയ ചർച്ചകളിലൂടെ തലാലിൻ്റെ സഹോദരനെ അടക്കം കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിൽ തലാലിൻ്റെ കുടുംബത്തിൽ വിരുദ്ധാഭിപ്രായങ്ങളുണ്ട് എന്ന് ഇന്നലെ നമ്മൾ കേട്ടിരുന്നു. അത് ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ തലാലിൻ്റെ സഹോദരൻ്റെ ഈ പ്രതികരണം. തുടക്കത്തിൽ തലാലിൻ്റെ സഹോദരനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന വാർത്തകളാണ് നമ്മൾ കേട്ടത്. തലാലിൻ്റെ കുടുംബത്തിൻ്റെ എതിർപ്പ് മറികടന്ന് വടക്കൻ യമൻ പ്രസിഡന്റ് വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെക്കാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. ഇത്തരമൊരു തീരുമാനമെടുക്കാൻ സൂഫി പണ്ഡിതന്മാരുടെ സമ്മർദ്ദം പ്രസിഡന്റിന് മേലുണ്ടായി. കുടുംബവുമായി ബന്ധപ്പെട്ട് ദയാധനം, മാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ തുടരുമെന്നും ഇന്നലെ ഔദ്യോഗിക തലത്തിൽ വിശദീകരണമുണ്ടായി. കുറേയേറെ നല്ല മനസ്സുകൾ ഒരുമിച്ചപ്പോൾ അത് നിമിഷപ്രിയയുടെ മോചന വാർത്തയിൽ ചെന്നെത്തുമെന്നാണ് നമ്മൾ ഇന്നലെ ധരിച്ചത്. ഉമ്മൻചാണ്ടി ആഗ്രഹിച്ച ആ ദൗത്യം ഏറ്റെടുത്ത് മകൻ ചാണ്ടി ഉമ്മൻ MLA. ചാണ്ടി ഉമ്മൻ ഗവർണർ അർലേക്കറെ കാണുന്നതോടെയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾക്ക് തുടക്കമാകുന്നത്. ഗവർണർ അർലേക്കറുമായി ദീർഘനേരം ഇക്കാര്യം സംസാരിച്ച ചാണ്ടി ഉമ്മന് ആശ്വാസത്തിൻ്റെ ആദ്യ പ്രതികരണമാണ് കേരളത്തിൻ്റെ ഗവർണറിൽ നിന്ന് ലഭിച്ചത്. ഗവർണർ കേന്ദ്ര സർക്കാരും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടു. നിരവധി തലങ്ങളിൽ അദ്ദേഹം ചർച്ചകൾ തുടർന്നു. എന്നാൽ നയതന്ത്ര ഇടപെടലുകൾക്ക് പരിമിതിയുണ്ട് എന്ന് ഗവർണർ തന്നെ ചാണ്ടി ഉമ്മനോട് തുറന്നു പറഞ്ഞു. ഇതിനെ തുടർന്നാണ് ചാണ്ടി ഉമ്മൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ സമീപിക്കുന്നത്. അത് കൃത്യമായ ദിശാസൂചനയായിരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് വെറും ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ച ചാണ്ടി ഉമ്മൻ കാന്തപുരത്തെ ബന്ധപ്പെടുന്നു. പെട്ടെന്ന് തന്നെ കാന്തപുരം ഉസ്താദ് തൻ്റെ ഏറ്റവും അടുത്ത സൂഫി പണ്ഡിതനുമായി യമനിൽ ബന്ധപ്പെടുന്നു. തുടർന്നാണ് അപ്രതീക്ഷിത സംഭവ വികാസങ്ങളുടെ തുടക്കം. മറുവശത്ത് ഗവർണർ കേന്ദ്ര സർക്കാരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു. കേന്ദ്ര സർക്കാരിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. നിമിഷപ്രിയ ചെയ്തത് മഹാക്രൂരകൃത്യമാണ് എന്ന തലങ്ങളിൽ ചില സമൂഹ മാധ്യമ കുറിപ്പുകൾ ഇതിനിടയിൽ കേരളത്തിൽ ഉയർന്നു. ഇത് യമനിലടക്കം ചർച്ചയായി. മലയാളികൾ തന്നെയാണ് നിമിഷപ്രിയയെ ചതിച്ചതെന്ന് വ്യക്തം. നിമിഷപ്രിയ ചെയ്തത് കൊടും ക്രൂരതയല്ലേ? തലാൽ എന്ന വ്യക്തിയെ അവർ നിർദ്ദയം കൊന്നൊടുക്കി പല കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചില്ലേ? വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമല്ലേ ഇത്? പിന്നെന്തിനാണ് അവരെ മോചിപ്പിക്കുന്നത് എന്ന തലത്തിൽ വിരുദ്ധമായ ചില അഭിപ്രായങ്ങൾ കേരളത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ തന്നെയാണ് ആദ്യം ഉയർന്നത്. തുടർന്ന് ഇതിൻ്റെ പ്രതികരണങ്ങൾ യമനിൽ വരെ എത്തി. കേരളത്തിൽ പോലും നിമിഷപ്രിയെ രക്ഷിക്കുന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട് എന്ന് തലാലിൻ്റെ കുടുംബം ഇപ്പോൾ അവിടെ വാദിക്കുന്നു. യമനിലെ സന എന്ന ഹൂതി നിയന്ത്രണത്തിലുള്ള പ്രദേശത്താണ് ഇപ്പോൾ നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത്. അവിടെ ഇന്ത്യക്ക് അംബാസിഡറില്ല, ഔദ്യോഗിക നയതന്ത്ര സംവിധാനങ്ങളൊന്നുമില്ല. നെഞ്ചിടിപ്പിൻ്റെ നിമിഷങ്ങളിലൂടെയായിരുന്നു ഇന്നലെ നേരം പുലർന്നത്. ഉച്ചയോടെ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു എന്ന സുപ്രധാന വാർത്ത നമ്മൾ കേട്ടു. കാന്തപുരം ഉസ്താദിൻ്റെ മാത്രമല്ല, വിദേശകാര്യ മന്ത്രാലയം, ഗവർണർ VR അർലേക്കർ, സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ തുടങ്ങിയവരുടെ ഇടപെടലുകളൊക്കെ നമ്മൾ അംഗീകരിക്കണം. ഇന്നലെ ഉച്ചയ്ക്ക് വധശിക്ഷ മാറ്റിവെച്ചു എന്ന വാർത്ത വന്നതിന് തൊട്ടുപിന്നാലെ തലാലിൻ്റെ കുടുംബവുമായി ദയാധനം സംബന്ധിച്ച ചർച്ചകൾ തുടരുന്നുവെന്നാണ് നമ്മൾ അറിഞ്ഞത്. യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ റഫീലിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് ഇത്ര ശക്തമായ ചില നീക്കങ്ങൾക്ക് അവിടെ അവസരമൊരുങ്ങിയത്. ഷെയ്ഖിൻ്റെ നിർദ്ദേശപ്രകാരം തലാലിൻ്റെ ബന്ധുവും ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസും യമൻ യൂറ കൗൺസിലുമൊക്കെ ചർച്ചകളിൽ പങ്കെടുത്തു. തുടർന്നുള്ള കൂടിക്കാഴ്ചയിൽ വധശിക്ഷ താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന കാന്തപുരത്തിൻ്റെ അഭ്യർത്ഥന തലാലിൻ്റെ കുടുംബമടക്കം ആദ്യം അംഗീകരിച്ചു.
തുടർന്നാണ് വടക്കൻ യമൻ പ്രസിഡന്റിനെ കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കുന്നത്. ഇതിനിടയിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സനയിലെ ജയിൽ അധികൃതരുമായും പ്രോസിക്യൂട്ടറുടെ ഓഫീസുമായും നിരന്തരം ആശയവിനിമയത്തിൽ ഇടപെട്ടു. ഇക്കാര്യങ്ങളിൽ സജീവമായി ഗവർണർ അർലേക്കറും ഇടപെട്ടിരുന്നു. മനുഷ്യൻ എന്ന നിലയിൽ തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം മാത്രമാണ് ചെയ്തത് എന്ന് കാന്തപുരം ഉസ്താദ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. യമൻ ജനതയ്ക്ക് സ്വീകാര്യനായ മുസ്ലിം പണ്ഡിതരെയാണ് താൻ ബന്ധപ്പെട്ടത്. വിഷയത്തിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ച് ചാണ്ടി ഉമ്മൻ തന്നെ സമീപിച്ചതിനെ തുടർന്നാണ് ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടതെന്ന് കാന്തപുരം വിശദീകരിച്ചു. കൊലക്കുറ്റം ചെയ്തവരെ കൊല്ലുകയോ അല്ലെങ്കിൽ പ്രായശ്ചിത്തം കൊടുത്ത് ഒഴിവാക്കുകയോ ചെയ്യാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ടെന്ന് കാന്തപുരം പറഞ്ഞു. യമനിലെ നിയമമനുസരിച്ചുള്ള കാര്യങ്ങളാണ് താൻ വിശദീകരിക്കുന്നത്. ഇസ്ലാം മതത്തിലെ നിയമത്തിനെ കുറിച്ചാണ് താൻ പറയുന്നത്. ഇസ്ലാം മതത്തിൽ മനുഷ്യത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുവെന്ന് കാന്തപുരം വിശദീകരിച്ചു. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ കുടുംബത്തെ തനിക്കറിയില്ല. പക്ഷേ അവിടെയുള്ള സൂഫി പണ്ഡിതൻ തന്റെ ഉറ്റ സുഹൃത്താണ്. താൻ പറഞ്ഞതനുസരിച്ച് പണ്ഡിതർ ചേർന്ന് ആലോചനകൾ നടത്തിയെന്നും തുടർന്ന് നടത്ത ചർച്ചകളിലാണ് അനുകൂല തീരുമാനമുണ്ടായത് എന്നും കാന്തപുരം പിന്നീട് വിശദീകരിച്ചു. കോടതിയുടെ അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ഇനി പ്രാർത്ഥിക്കാം, വധശിക്ഷ മാറ്റിയതായി അറിയിച്ചു. നാളെ ശിക്ഷ നടപ്പാക്കില്ല എന്ന അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മനുഷ്യരെന്ന നിലയ്ക്ക് തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തുവെന്ന കാന്തപുരത്തിന്റെ വാക്കുകൾ വലിയ കയ്യടിയോടെയാണ് കാന്തപുരത്തെ കേരളം കേട്ടത്. എന്നാൽ കൃത്യമായി കാന്തപുരം ഉസ്താദ് ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു. തലാലിന്റെ കുടുംബത്തിന്റെ നിലപാട് ചർച്ചകളിൽ പങ്കെടുത്തവർക്ക് മാത്രമേ കൃത്യമായി അറിയൂ. നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരം ശക്തമായി ഇടപെട്ടുവെന്നും അദ്ദേഹത്തിന് നിമിഷപ്രിയയെ രക്ഷിക്കാൻ കഴിയുമെന്ന് തനിക്ക് ബോധ്യമുണ്ടെന്നും ഇതിനിടയിൽ നിമിഷപ്രിയയുടെ ഭർത്താവ് ടോണി തോമസ് പ്രതികരിച്ചു. നിമിഷപ്രിയയുടെ അമ്മയുടെ പ്രതികരണവും നമ്മെ കണ്ണീരിലാഴ്ത്തി. ചാണ്ടി ഉമ്മൻ MLAയും അമ്മ മറിയാമ്മയും ചേർന്ന് ഗവർണർ അർലേക്കറെ സന്ദർശിച്ച സന്ദർഭം മുതലാണ് അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളുടെ തുടക്കം. നിമിഷപ്രിയയുടെ മോചനം ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നുവെന്നും അത് ഏതു വിധത്തിലും സാധിക്കണമെന്നും ഗവർണർക്ക് മുൻപിൽ തൊഴുകൈകളോടെ ചാണ്ടി ഉമ്മൻ പറഞ്ഞു. തുടർന്ന് ഗവർണർ വിദേശകാര്യ മന്ത്രാലയവുമായും യൂസഫ് അലി എന്ന പ്രമുഖ വ്യവസായിയുമായും ബന്ധപ്പെട്ടു. എന്നാൽ യമനിലെ നിയമങ്ങളെക്കുറിച്ചും അവിടെയുള്ള നയതന്ത്ര പരിമിതികളെക്കുറിച്ചും ഈ സംവിധാനങ്ങളൊക്കെ ഗവർണറെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇത് മനസ്സിലാക്കി വളരെ പ്രായോഗിക സമീപനമാണ് പിന്നീട് ചാണ്ടി ഉമ്മൻ സ്വീകരിച്ചത്. ഉദ്യോഗത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ ആശ്വാസത്തിൻ്റെ വെട്ടം തെളിച്ചുകൊണ്ടുള്ള വാർത്ത. അതിന് പിന്നാലെ ഇന്നിത തലാലിൻ്റെ സഹോദരൻ മലക്കം പറഞ്ഞുവെന്ന വാർത്ത നമ്മെ പരിഭ്രാന്തിയിലാഴ്ത്തുന്നു. എന്നാൽ അതിൽ വലിയ അടിസ്ഥാനമില്ല. കാരണം ഇടപെട്ടത് കാന്തപുരം ഉസ്താദാണ്. ജൂലൈ 16 നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാനാണ് സന ജയിൽ അധികൃതർക്ക് കിട്ടിയിരുന്ന നിർദ്ദേശം. ശിക്ഷ നടപ്പാക്കാൻ 24 മണിക്കൂർ തികച്ചില്ലാത്ത അതേ സമയത്താണ് അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങൾ. സതയം സിനിമയിൽ മോഹൻലാലിൻ്റെ അവസാന നിമിഷത്തിലുള്ള ഒരു കരച്ചിൽ, വധശിക്ഷ ഒഴിവാക്കി എന്ന് വധശിക്ഷയ്ക്ക് മണിക്കൂറുകൾ മാത്രം നിൽക്കെ ജയിൽ അധികൃതർ മോഹൻലാലിനെ അറിയിക്കുന്ന ഒരു രംഗമുണ്ട്. സമാനമാണ് നിമിഷപ്രിയയുടെ ഈ രംഗവും. മറ്റ് അറബ് രാജ്യങ്ങളിലെന്നതുപോലെ യമനിലും വലിയ സ്വാധീനവും സൗഹൃദ വലയങ്ങളുമുണ്ട് കാന്തപുരം ഉസ്താദിന്. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും യമന്റെ ആഗോള മുഖവുമാണ് ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹബീൽ. ഇദ്ദേഹവുമായി കാന്തപുരത്തിനുള്ളത് പതിറ്റാണ്ടുകൾ നീണ്ട സൗഹൃദം. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടുന്ന കാര്യത്തിൽ കാന്തപുരത്തിന് കഴിഞ്ഞു എന്നത് ഒട്ടും നിസ്സാരമല്ല. യമൻ ഭരണകൂടവുമായി പലവട്ടം ഇന്ത്യ സർക്കാർ നടത്തിയ ചർച്ചകളുടെ പരാജയത്തെ തുടർന്നാണ് കാന്തപുരം ഇടപെട്ടത് എന്ന് മനസ്സിലാക്കുക. യമനിൽ സർക്കാർ തലത്തിലുള്ള നയതന്ത്ര ഇടപെടലുകൾ പരിമിതമാണ്. നിലവിൽ വ്യവസ്ഥാപിതമായ ഒരു ഭരണ സംവിധാനം അവർക്കില്ല. ദക്ഷിണ യമനിൽ ഒരു വിഭാഗവും ഉത്തര യമനിൽ ഹൂതികളുടെ സുപ്രീം പൊളിറ്റിക്കൽ വിങ്ങുമാണ് ഭരണം നിർവഹിക്കുന്നത്. ഇത് രണ്ടിലും പെടാതെ കിടക്കുന്ന ചില ഗോത്ര വിഭാഗങ്ങളുമുണ്ട്. മറ്റു രാജ്യങ്ങളെന്നതുപോലെ യമനിൽ നയതന്ത്ര ഇടപെടൽ സാധ്യമല്ല എന്ന് ഭാരത സർക്കാർ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമനെ യാതൊരു വിധത്തിലും നയതന്ത്ര തലത്തിൽ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിന് അധികമൊന്നും ചെയ്യാനും കഴിയില്ല. ഇവിടെയാണ് കാന്തപുരം ഉസ്താദ് ലോകത്തിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള മുസ്ലിം നേതാവായ ഹബീബ് ഉമർ ബിൻ റഫീലുമായി ബന്ധം പുലർത്തിയതിന്റെ പ്രാധാന്യം. നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആ നിമിഷം മുതൽ തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ പല കോണുകളിൽ നിന്ന് നടത്തിയിരുന്നു. എന്നാൽ അവർ ആർക്കും മുഖം കൊടുത്തില്ല.
ഗോത്രത്തലവന്മാരുമായി ചർച്ചകൾ നടത്തിയെങ്കിലും തലാലിന്റെ കുടുംബവുമായി സംസാരിക്കാനുള്ള ഒരവസരം അവരാരും തുറന്നിട്ടില്ല. അവരുടെ ഗോത്രവിഭാഗത്തിനിടയിൽ വലിയ വൈകാരിക പ്രശ്നമായിരുന്നു തലാലിന്റെ കൊടുംക്രൂര കൊലപാതകം. തലാൽ നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചുവച്ചിട്ടില്ല എന്ന വാദമുഖമാണ് അവർ ഉയർത്തിയത്. തലാൽ ഒരു നിരപരാധിയായിരുന്നു, അയാളെ ക്രൂരമായി നിമിഷപ്രിയ കൊന്നുവെന്നാണ് അവർ അവിടെ പ്രചരിപ്പിച്ചത്. മരണം മുഖാമുഖം കണ്ട നിമിഷങ്ങളിൽ ഉയരുകാത്ത കാന്തപുരം ഉസ്താദിനെ പിന്നീട് കേരളം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. അത്ഭുതങ്ങളുടെ തോഴനായി കാന്തപുരം ഉസ്താദിനെ അവർ വാഴ്ത്തി. കാന്തപുരം ഉസ്താദ് മാസങ്ങൾക്ക് മുൻപ് മരണാസന്നനായി രോഗക്കിടക്കയിൽ കിടന്ന രംഗങ്ങളൊക്കെ മലയാളികൾ ഓർത്തു. അവിടെ നിന്ന് പ്രാർത്ഥനയിലൂടെ അദ്ദേഹം ഉയിര് തിരിച്ചു പിടിച്ച് ജീവിതം വീണ്ടും കരുപ്പിടിപ്പിച്ചത് ഇത്തരമൊരു ചരിത്ര ദൗത്യത്തിനായാണ് എന്ന് മലയാളികൾ പറഞ്ഞു. ഇവിടെയാണ് നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു എന്ന വാർത്ത പരന്ന ആ നിമിഷം മുതൽ കേരളത്തിലെ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ആക്രോശവുമായി രംഗത്തെത്തി. കൊടും കൊലപാതകയായ അവരെ എന്തിനു രക്ഷപ്പെടുത്തി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു? ഒരു സൈക്കോപാത്താണ് നിമിഷപ്രിയ എന്നുവരെ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. ഇത്തരം കൊടും കുറ്റവാളികളെ രക്ഷിക്കാൻ മറ്റേതെങ്കിലും രാജ്യത്ത് നിന്ന് ഇന്ത്യക്ക് മേൽ സമ്മർദ്ദമുണ്ടായാൽ ഇന്ത്യ അത്തരം സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടുമോ എന്ന് ചോദിച്ചവർ വരെയുണ്ട്. നിമിഷപ്രിയ ചെയ്തത് കൊടും ക്രൂരതയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ചില കാന്തപുരം ശത്രുക്കളും കളത്തിലിറങ്ങി. മതപരമായി കാന്തപുരത്തിന് ചില ശത്രുക്കളുണ്ട്. അവർ യമനിലടക്കം പണി തുടങ്ങിയെന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ. നിമിഷപ്രിയയുടെ മോചനം സാധ്യമായാൽ അത് കാന്തപുരത്തിൻ്റെ മൈലേജ് കേരളത്തിൽ വളരെയേറെ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ കാന്തപുരം വിജയിക്കരുത് എന്ന ആഗ്രഹമുള്ളവർ നിമിഷപ്രിയക്കെതിരായ ക്യാമ്പയിനിൽ ഇപ്പോൾ പങ്കെടുക്കുന്നു. ഒപ്പം യമനിലടക്കം മലയാളികൾ തിരിഞ്ഞുകുത്തുന്നു എന്ന ഏറ്റവും നിരാശാജനകമായ സങ്കടകരമായ വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. മലയാളികൾ എപ്പോഴും തനിക്കുണം കാട്ടുമല്ലോ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.